കഥയൊന്ന് കേൾക്കട്ടെ. കുഞ്ചപ്പാടത്തൊരു തോടുണ്ട്, തോട് നിറയും ജലമുണ്ട്. തോടിന്റെ വക്കത്ത് മേഞ്ഞു നടക്കും സ്നേഹിതരായ രണ്ടാടുണ്ട്. കുഞ്ചപ്പാടത്തൊരു തോടുണ്ട്, തോട് നിറയും ജലമുണ്ട്. തോടിന്റെ വക്കത്ത് മേഞ്ഞു നടക്കും സ്നേഹിതരായ രണ്ടാടുണ്ട്. കുട്ടനും മുട്ടനും പേരാണ്, മേനി കൊഴുത്ത കോലാടാണ്. കുട്ടനും മുട്ടനും പേരാണ്, മേനി കൊഴുത്ത കോലാടാണ്. നാട്ടിലെ മുക്കിലും മൂലയിലും ഇവർ കേളി പെരുത്ത നല്ലാടാണ്, കേളി പെരുത്ത നല്ലാടാണ്. തോടിന്റെ വക്കത്ത് മേഞ്ഞിടും, തമ്മില് സ്നേഹം കൈമാറിയിടും. അക്കരെ ഇക്കരെ പോകുവാൻ തോടിന്റെ മീതെ ഒറ്റ തടിപ്പാലമുണ്ട്. അക്കരെ നിൽക്കും ആ കുട്ടൻ ചൊല്ലി, ഞാനാദ്യം പാലം കടക്കുമെന്ന്. അക്കരെ നിൽക്കും ആ കുട്ടൻ ചൊല്ലി, ഞാനാദ്യം പാലം കടക്കുമെന്ന്. ഇക്കരെ നിൽക്കും മുട്ടനും ചൊല്ലി, ഞാനാദ്യം പാലം കടക്കുമെന്ന്, ഞാനാദ്യം പാലം കടക്കുമെന്ന്. ശാഠ്യം പിടിച്ചവസാനം അയ്യോ കുട്ടനും മുട്ടനും കേറി പാലം. പാലത്തിൻ മധ്യത്തിലെത്തി വേഗം, വഴിമാറാൻ കഴിയാതെ നിന്ന നേരം. കലികൊണ്ടവർ തമ്മിൽ ഏറ്റുമുട്ടി, കലികൊണ്ടവർ തമ്മിൽ ഏറ്റുമുട്ടി. തലപൊട്ടി താഴേക്ക് വീണ് ചത്തു. കലഹിക്കും ജീവിതമാകും കഷ്ടം, നഷ്ടത്തിലാകും അതാണ് സത്യം. കലഹിക്കും ജീവിതമാകും കഷ്ടം, നഷ്ടത്തിലാകും അതാണ് സത്യം, നഷ്ടത്തിലാകും അതാണ് സത്യം. ഇങ്ങനെ പാട്ടും കൂത്തുമായി ഇരുന്നാൽ മതിയോ? ഈ കഥകളൊക്കെ ഞങ്ങൾ 101 പ്രാവശ്യം കേട്ടിട്ടുണ്ട്. നമ്മൾ ഇനിയും സമയം ഒട്ടും പാഴാക്കാതെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പൂങ്കുയിലേ പൂങ്കുയിലേ അക്കരെ നിന്നു നീ കൂവുകയോ, ഇക്കരയ്ക്കൊന്നു വരാമോ നീ എന്റെ കൂടെ കളിച്ചിടാമോ. പൂമ്പാറ്റ് വരുന്നു. കുട്ടിക്കഥകളും പാട്ടുകളുമായി പൂമ്പാറ്റ് വരുന്നു. ഡോൺ ആനിമേഷൻ നിർമ്മിക്കുന്ന അടുത്ത കാർട്ടൂൺ ഫിലിം പൂമ്പാറ്റ. മറക്കാതെ കാണണം കേട്ടോ. പൂമ്പാറ്റ. പൂങ്കുയിലേ പൂങ്കുയിലേ. ഞാൻ ആലോചിച്ചിട്ട് വേട്ടക്കാരനെ തോൽപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. പട്ടണത്തിൽ മോളു എന്നൊരു പെൺകുട്ടിയുണ്ട്. നല്ല ബുദ്ധിയും സൽസ്വഭാവവുമുള്ള ഒരു പെൺകുട്ടി. അവൾക്ക് തീർച്ചയായും ചുക്കിണിയണ്ണാനെ രക്ഷപ്പെടുത്താൻ കഴിയും. അവളോട് ചെന്ന് നമ്മുടെ സങ്കടം പറയാം. അത് തന്നെ തീരുമാനം. നമുക്ക് പട്ടണത്തിൽ പോയി മോളുവിനെ കണ്ട് കാര്യങ്ങൾ പറയാം. പോകുന്ന വഴി ചോണപ്പിനുറുമ്പിനെയും കൂട്ടാം. എല്ലാവരുടെയും ബുദ്ധി ഒത്തുചേർന്നാൽ നമുക്ക് വേട്ടക്കാരനെ തോൽപ്പിക്കാനാവും. ഹായ് മോളു. ഹായ്. എന്താ എല്ലാരും കൂടി ഈ വഴിക്ക്? പാവം അണ്ണാറക്കണ്ണൻ. അണ്ണാറക്കണ്ണന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടം വരുന്നു. നമുക്ക് എന്തായാലും ചുക്കുണിയണ്ണാനെ രക്ഷപ്പെടുത്തണം. എങ്ങനെ?
വേട്ടക്കാരൻ ചുട്ടനെ തോൽപ്പിക്കാൻ എന്റെ അടുത്ത് നല്ലൊരു സൂത്രമുണ്ട്. എന്ത് സൂത്രം? ഞങ്ങൾ കേൾക്കട്ടെ. ശരി, ഞാൻ ആ സൂത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹായ്, വേഗം പറമോളൂ. ആദ്യമായി എല്ലാവരും കുറച്ചു സമയം കണ്ണടച്ചിരിക്കണം. എന്തിനാ? പറയാം. ശരി. ഇനി എല്ലാവരും 1 മുതൽ 10 വരെ എണ്ണണം. അയ്യോ, അത് പറ്റില്ല. എന്തേ? ഞങ്ങൾക്ക് എണ്ണാൻ അറിയില്ല. ആർക്കും അറിയില്ലേ? ഇല്ല. ശരി, ഏതായാലും നമുക്ക് വേട്ടക്കാരൻ ചുട്ടന്റെ അടുത്തേക്ക് പോകണം. ചുക്കിണിയണ്ണാനെ രക്ഷപ്പെടുത്തണം. പക്ഷേ ഒരു കാര്യമുണ്ട്, എണ്ണാൻ അറിയുന്നവർ മാത്രം എന്റെ കൂടെ വന്നാ മതി. അയ്യോ, ഞങ്ങൾക്കും മോളുവിന്റെ കൂടെ വരണം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അറിവില്ലെങ്കിൽ വിഷമിക്കേണ്ടി വരുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? പ്ലീസ്. ആയിക്കോട്ടെ, എന്നാ വന്നോളൂ. വേട്ടക്കാരന്റെ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരെയും എണ്ണാൻ പഠിപ്പിക്കാം. എന്താ, സന്തോഷായില്ലേ? ശരി. ഒന്നും ഒന്നും രണ്ടാണ്, ആടിന് കൊമ്പുകൾ രണ്ടാണ്. ഒന്നും ഒന്നും രണ്ടാണ്, ആടിന് കൊമ്പുകൾ രണ്ടാണ്. കൂട്ടിലിരിക്കും തത്തപ്പെണ്ണിന് പച്ച ചിറകുകൾ രണ്ടാണ്. രണ്ടും ഒന്നും മൂന്നാണ്, തേങ്ങക്ക് കണ്ണുകൾ മൂന്നാണ്. രണ്ടും ഒന്നും മൂന്നാണ്, തേങ്ങക്ക് കണ്ണുകൾ മൂന്നാണ്. കുടുകുടുകുടു ശബ്ദത്താൽ പായും റിക്ഷയ്ക്ക് ചക്രം മൂന്നാണ്. മൂന്നും ഒന്നും നാലാണ്, മേശക്ക് കാലുകൾ നാലാണ്. മൂന്നും ഒന്നും നാലാണ്, മേശക്ക് കാലുകൾ നാലാണ്. തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാർ ദിക്കുകളൊക്കെയും നാലാണ്. നാലും ഒന്നും അഞ്ചാണ്, കാലിന് വിരലുകൾ അഞ്ചാണ്. നാലും ഒന്നും അഞ്ചാണ്, കാലിന് വിരലുകൾ അഞ്ചാണ്. പാലപ്പൂവിൻ ഇതളുകളെണ്ണി പറയാം ഉത്തരം 5ആണ്. അഞ്ചും ഒന്നും ആറാണ്, ഈച്ചക്ക് കാലുകൾ ആറാണ്. അഞ്ചും ഒന്നും ആറാണ്, ഈച്ചക്ക് കാലുകൾ ആറാണ്. വീടുകൾ നിർമ്മിച്ചിടും ഇഷ്ടിക കട്ടയ്ക്ക് ഭാഗം 6ആണ്. ആറും ഒന്നും ഏഴാണ്, ആഴ്ചയിൽ ദിവസം 7ആണ്. ആറും ഒന്നും ഏഴാണ്, ആഴ്ചയിൽ ദിവസം 7ആണ്. വാനിൽ തെളിയും വാർമഴവില്ലിൻ വർണ്ണങ്ങൾ അവ 7ആണ്. ഏഴും ഒന്നും 8ആണ്, ചിലന്തിക്ക് കാലുകൾ 8ആണ്. ഏഴും ഒന്നും 8ആണ്, ചിലന്തിക്ക് കാലുകൾ 8ആണ്. നമ്മളിലുള്ള പ്രധാന അന്തസ്രാവി ഗ്രന്ഥികൾ 8ആണ്. എട്ടും ഒന്നും 9ആണ്, പറയാം നവരസം 9ആണ്. എട്ടും ഒന്നും 9ആണ്, പറയാം നവരസം 9ആണ്. എണ്ണൽ സംഖ്യകൾ നോക്കൂ, അതിൽ വിലയേറും അക്കം 9ആണ്. ഒമ്പതും ഒന്നും 10ആണ്, ഇരു കൈ വിരലുകൾ 10ആണ്. ഒമ്പതും ഒന്നും 10ആണ്, ഇരു കൈ വിരലുകൾ 10ആണ്. രണ്ടക്കങ്ങളിൽ ചെറിയവൻ നമുക്ക് കാണാം ഉത്തരം 10ആണ്.